ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മണവാളനെ ഡിസ്മിസ് ചെയ്യും മാർ റാഫേൽ തട്ടിൽ പിതാവ്. മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ അന്ത്യശാസനവും ബസലിക്കയിലുണ്ടായ അനുബന്ധ സംഭവങ്ങളും. ഇന്നലെ തിങ്കളാഴ്ച 5 മണിക്ക് മുമ്പ് മണവാളൻ അച്ഛൻ ബസലിക്ക വിട്ടുപോയില്ലെങ്കിൽ അവിടെ ആരാധനക്രമ സംബന്ധമായ കാര്യങ്ങൾ നടത്തിയാൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുമെന്നും പിന്നെ അത് ഡിസ്മിസൽ ആക്കുമെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ പിതാവ് ഫോണിലൂടെ അദ്ദേഹത്തിന് അന്ത്യശാസനം കൊടുത്തു. പെർമനന്റ് സിനഡിനോട് ചർച്ച ചെയ്തതിന് ശേഷമാണ് മാർ തട്ടിൽ ഇങ്ങനൊരു തീരുമാനം മണവാളനെ അറിയിച്ചത്. മാത്രമല്ല, തന്നെ വന്ന് കണ്ട സഭാനുകൂലികളായ ആളുകൾ ഇങ്ങനെ സ്ഥലം മാറ്റം കൊടുത്ത ഇറങ്ങിപ്പോകാൻ ഹൈക്കോടതി പറഞ്ഞ ഒരാൾ അവിടെ തിരുക്കർമ്മങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് തട്ടിൽ പിതാവിനെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ വെളിച്ചത്തിലാണ് തട്ടിൽ പിതാവ് ഇത്ര കേമമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തത്. ആദ്യമേ തട്ടിൽ പിതാവിന് ഹാറ്റ്സ് ഓഫ്. ഇപ്പോഴാണ് സഭയുടെ തലവൻ എന്ന നിലയിൽ അങ്ങ് ചങ്കൂറ്റം കാണിച്ചത്. ഇത് നിലനിർത്തും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ വെച്ചു പുലർത്തട്ടെ. അപകടം മണത്തറിഞ്ഞ മണവാളനച്ഛൻ ഉടനെ തന്നെ മുണ്ടാടനച്ഛനെ വിളിച്ചു. മുണ്ടാടനച്ഛൻ ഉടനെ ഷൈജുവിനെയും. അപ്പോഴേക്കും തട്ടിൽ പിതാവ് അട്ടപ്പാടിയിലെ മറ്റോ ആണ്, പാമ്പ്ലാനി പിതാവ് അട്ടപ്പാടിയിലെ മറ്റോ ആയിരുന്ന പാമ്പ്ലാമിൻ പിതാവ് ഇക്കാര്യം അറിഞ്ഞു. അദ്ദേഹം എറണാകുളത്തെ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടു. തട്ടിൽ പിതാവ് ഇങ്ങനൊരു അന്ത്യശാസനം കൊടുത്ത കാര്യം അവർ പാമ്പ്ലാനി പിതാവിനെ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ തട്ടിൽ പിതാവ് ചെയ്യാൻ സാധ്യതയില്ലല്ലോ, ഞാൻ അറിയാതെ തട്ടിൽ പിതാവ് അങ്ങനെ ചെയ്യില്ലല്ലോ, ഏതായാലും ഞാൻ ഷൈജുവിനെ വിളിച്ച് നോക്കട്ടെ എന്ന് പാമ്പ്ലാനി പിതാവ്. അങ്ങനെ പാമ്പ്ലാനി പിതാവ് ഷൈജുവിനെ വിളിച്ച് ചോദിച്ചു അത്രേ. അവർ തമ്മിലുണ്ടായ ചർച്ചയുടെ സമാപനത്തിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് കേൾക്കുന്നു. എറണാകുളം കൂരിയായെ 3 മണിക്കൂറിനുള്ളിൽ തൊട്ട് 3 ദിവസത്തിനുള്ളിൽ പുറത്താക്കുമെന്ന് പാമ്പ്ലാനി പിതാവ് ഷൈജുവിന് വാക്ക് കൊടുത്തു അത്രേ. പെർമനന്റ് സിനഡ് നിയമിച്ച കൂരിയായെ പുറത്താക്കാൻ പാമ്പ്ലാനി പിതാവ് ആര്? തട്ടിൽ പിതാവിൻ്റെ കൽപ്പനയെ, മേജർ ആർച്ച് ബിഷപ്പായ സഭയുടെ തലവനായ തട്ടിൽ പിതാവിൻ്റെ കൽപ്പനയെ മറികടക്കാൻ പാമ്പ്ലാനി പിതാവ് ആര്? വികാരിയോ സൂപ്പർ മേജർ ആർച്ച് ബിഷപ്പോ? തട്ടിൽ പിതാവിൻ്റെ അന്ത്യശാസനത്തെ മറികടക്കാൻ മണവാളൻ ജപമാലയുടെ പേരും പറഞ്ഞ് ആളെ കൂട്ടുന്നുവെന്ന് തിരിച്ചറിഞ്ഞ സഭാനുകൂലികൾ, അത് വിവിധ ഗ്രൂപ്പുകൾ, സഭാനുകൂകൾ പല ഗ്രൂപ്പുകളുണ്ട്, എല്ലാവരും സഭയെ സ്നേഹിക്കുന്നവരാണ്. സഭാനുകൂലികൾ കൂട്ടം കൂട്ടമായി ബസലിക്കയിൽ വന്നുകൂടി. അപ്പോൾ അൽമായ മുന്നേറ്റക്കാരെ കുറേശ്ശെയായി കൊഴിഞ്ഞു പോകാനും തുടങ്ങി. ഈ അൽമായ മുന്നേറ്റക്കാരുടെ ശക്തി ക്ഷയിക്കുന്നത് പാമ്പ്ലാനി പിതാവ് തിരിച്ചറിയുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ചൊവ്വാഴ്ച എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അറിയില്ല. പാമ്പ്ലാനി പിതാവ് എന്ത് ചെയ്യുമെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരുപക്ഷെ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ പിതാവിൻ്റെ കൽപ്പനയെ മറികടക്കാൻ പാമ്പ്ലാനി പിതാവ് അൽമായ മുന്നേറ്റക്കാരുമായി ചില കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടാക്കാം. ഏതായാലും പാമ്പ്ലാനി പിതാവ് എത്ര നാൾ മെത്രാപ്പോലിത്തയായി ഉണ്ടാകുമെന്ന് നമുക്ക് വഴിയെ കണ്ടറിയേണ്ടി വരും. വിമത വൈദികരെ ഇതുവരെ പിന്തുണച്ചിരുന്ന മെത്രാന്മാർ പോലും പാമ്പ്ലാനി പിതാവിനെ പിന്തുണയ്ക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ചെയ്താൽ വത്തിക്കാൻ ആ വിമത മെത്രാന്മാർക്കും താക്കീത് കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന കാര്യം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സുറിയാനി സഭ എന്ന സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്ന മെത്രാന്മാരെല്ലാവരും ജാഗ്രതയോടെ ഉണർന്നിരിക്കുന്നു. ഉടനെ എന്തെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിൽ എല്ലാ മെത്രാന്മാരും സഭാ നേതൃത്വം മൊത്തത്തിലും സംശയത്തിൻ്റെ നിഴലിലാവുമെന്ന് ഈ മെത്രാന്മാർക്കെല്ലാം ബോധ്യം വന്നിട്ടുണ്ട്. ഏതായാലും മേജർ ആർച്ച് ബിഷപ്പിന് മേലെ തട്ടിൽ പിതാവ് വളരെ ശക്തമായൊരു തീരുമാനമാണ് ഇന്ന് എടുത്തത്. ആ സഭാതലവനായ മേജർ ആർച്ച് ബിഷപ്പിന് മേലെ സൂപ്പർ മേജർ ആർച്ച് ബിഷപ്പായി പ്രവർത്തിക്കുന്ന പാമ്പ്ലാനി പിതാവിനോട് തട്ടിൽ പിതാവിനടക്കം മറ്റെല്ലാ മെത്രാന്മാർക്കും വല്ലാത്ത നീരസമുണ്ട്. അത് ഇനി എങ്ങനെയൊക്കെ ഉരുത്തിരിഞ്ഞു വരുമെന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം. ഏതായാലും
തട്ടിൽ പിതാവിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളെല്ലാവരും പിതാവേ അങ്ങയുടെ കൂടെയുണ്ട്. അങ്ങ് ശക്തമായ തീരുമാനങ്ങൾ എടുത്താൽ ഇപ്പം അങ്ങ് പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. ഈ 5, 6, 10, 15 അച്ഛന്മാരെ പുറത്താക്കിയാൽ തീരാവുന്ന പ്രശ്നമേ എറണാകുളത്തുള്ളൂ. ഈ 400, 420 അച്ഛന്മാരൊന്നും അവരെ കൂടിയില്ല. അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. 40,000, 50,000, 10,000 അവർ കൂടിയില്ല. 4,000 പോലും ഇല്ല. ഈ 428 അച്ഛന്മാരൊന്നും ഒരുമിച്ച് പോകില്ല. അവരങ്ങനെയല്ല. അവർക്ക് ആ കെട്ടുപടന്ന് പുറത്തു വരാൻ കഴിയാത്തതിന് കാരണം അങ്ങ് 5-10 അച്ഛന്മാരെ ഡിസ്മിസ് ചെയ്താൽ അത്രയേ ഉള്ളൂ പ്രശ്നം. അത് അങ്ങ് തിരിച്ചറിയണമെന്നും ശക്തമായ തീരുമാനമെടുക്കണമെന്നും തട്ടിൽ പിതാവിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.